അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ ഉസ്താദുമാരെ, സ്നേഹനിധികളായ ആലിമീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവൻ സ്വീകരിക്കുന്ന ഒരു അമലായി മാറ്റി തരുമാറാകട്ടെ. നിങ്ങളുമായിട്ട് സംവദിക്കാനും ഒരുമിച്ച് കൂടാനും അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്, ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ധാരാളം ഫഖീഹുകൾ, സമുദായത്തിന് ഉപകാരമാകുന്ന രീതിയിൽ ധാരാളം പണ്ഡിതന്മാർ ഇതുവഴി പുറത്തിറങ്ങാനുള്ളൊരു സൗഭാഗ്യം അല്ലാഹു തആല നൽകട്ടെ. എല്ലാ ആളുകൾക്കും അല്ലാഹു ദീന് മനസ്സിലാക്കാനും മനസ്സിലാക്കിയ ദീന് സമുദായത്തിലേക്ക് എത്തിക്കാനുമുള്ള ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ നിഅമത്ത് നമ്മുടെ സമയമാണ്, വഖത്ത്. അതിനേക്കാളും വലിയ നിഅമത്ത് നമുക്കൊന്നുമില്ല. ഒരു ആലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ റഅസുൽ മാലി എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യവും അവസാനവുമായിട്ട് പറയുന്ന മറുപടി സമയം എന്നുള്ളതാണ്. വഖത്താണ് നമുക്കുള്ള ഏറ്റവും വലിയ റഅസുൽ മാല്. ജീവിതത്തിൽ ബാക്കി എല്ലാ സാധനവും നമുക്ക് സമ്പാദിച്ചുണ്ടാക്കാൻ വേണ്ടി പറ്റും, പൈസ കൊടുത്ത് വാങ്ങിക്കാനും പറ്റും, ആളുകളോട് കെഞ്ചിയെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ വഖത്ത് എന്ന് പറയുന്ന സാധനം നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരാളുടെ കയ്യിൽ നിന്നോ പൈസ കൊടുത്തിട്ടോ വാങ്ങിക്കാൻ പറ്റാത്ത സമയമാണ്. ഈ ഒരു വഖത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് മാത്രമാണ് നമ്മുടെ മൂലധനമായിട്ടുള്ളത്. നാളെയുള്ള വഖത്ത് ഉറപ്പില്ലാത്ത വഖത്താണ്, കഴിഞ്ഞ വഖത്ത് ഇത് കഴിഞ്ഞു പോയതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ അല്ലെങ്കിൽ ആലിമീങ്ങൾ, ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് നമ്മുടെ സമയത്തിന് തന്നെയാണ്. നമ്മളെ സമയത്തെ നമ്മൾ എന്തിനു വേണ്ടി ചെലവഴിക്കണം? ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ താരീഖ് ഞാൻ വായിച്ചിട്ടുണ്ട്. നബി ഇമാം ആകെ 45 വർഷമാണ് ഇവിടെ ജീവിച്ചത്, അല്ലേ? പക്ഷെ ആ 45 വർഷം കൊണ്ട് നമ്മുടെ ഫിഖിഹിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ പേര് ആരെ പേരാണെന്ന് വെച്ചാൽ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് തന്നെയാണ്. ഇമാം നവവി എന്ന് പറയുന്നൊരു വ്യക്തിത്വത്തിന് അല്ലാഹു തആല ജന്മം കൊടുത്തിട്ടില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ശാഫിഈ മദ്ഹബ് തന്നെ ഇത്ര പടർന്ന് പന്തലിക്കില്ലായിരുന്നു എന്ന് തീർച്ചയായിട്ടും പറയാം. പിന്നെ റബ്ബിൻ്റെ നിയോഗങ്ങളാണ് അവരൊക്കെ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഹിജ്രി 214 വഫാത്തായതാണ് ഷാഫി ഇമാം, അല്ലേ? 204 ഷാഫി ഇമാം വഫാത്തായിട്ട് ഇന്നിപ്പോൾ 1476 അല്ലേ? 67 അല്ലേ? ഇതിന് വർഷം എത്രയാണ് ഇപ്പോൾ? 47. അപ്പോൾ എത്ര വർഷം കഴിഞ്ഞു ഷാഫി ഇമാം വഫാത്തായിട്ട്? ഏകദേശം 1200 വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷെ രണ്ടാമതൊരു ഷാഫി ഇതുവരെ ജനിച്ചിട്ടില്ല. ഈ 1200 വർഷത്തിൻ്റെ ഇടയിൽ രണ്ടാമതൊരു ഷാഫി ജനിച്ചിട്ടില്ല എന്നുള്ളതാണ് ശരി. കാരണം അവരൊക്കെ ചില നിയോഗങ്ങളാണ്. ദീനിവിടെ നിലനിൽക്കണമെന്ന് റബ്ബിന് തീരുമാനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഇനി ഒരു നബി വരില്ല. കാരണം ഒരു പ്രവാചകൻ ചെയ്യേണ്ടുന്ന എല്ലാ കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു പൂർത്തിയാക്കിയിട്ടാണ് പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം വന്ന 4 ഖലീഫ മാതിരിയുള്ള ഒരു ഖലീഫമാരെ പോലെയുള്ള ഒരു ഖലീഫമാർ ഇനി അന്ത്യനാൾ വരെ വരില്ല. കാരണം അവരെ കൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹദീസിന് വേണ്ടി അല്ലാഹു കുറച്ച് ആളുകളെ തിരഞ്ഞെടുത്തു. അതൊരു പ്രധാനപ്പെട്ട ഒരു ആളാണ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അല്ലേ? ഹിജ്രി 7-ാം വർഷമാണ് അദ്ദേഹം മുസ്ലിം ആകുന്നത്. 3 വർഷമാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ആകെ ജീവിച്ചത്. പക്ഷെ അബൂ ഹുറൈറ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ അല്ലാഹു നൽകിയില്ലായിരുന്നുവെങ്കിൽ ഈ ദീന് നമ്മളിലേക്ക് എത്തില്ലായിരുന്നു. സഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് ഉണ്ട്, ബാബുൽ ഹിർസി അലൽ ഇൽമ് എന്നാണ് ആ ഹദീസിൻ്റെ ഹെഡിങ് തന്നെ അദ്ദേഹം കൊടുത്തിട്ടുള്ളത്.
അതിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മൻ അസ്അദുൻ നാസി ബിശഫാഅതിക എന്ന് ചോദിക്കുന്ന ഒരു സംഭവമാണ് ഇമാം ബുഖാരി റളിയല്ലാഹു തആല ഉദ്ധരിച്ചിട്ടുള്ളത്. അതിൽ ബുഖാരി ഇമാം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു മറുപടി പറഞ്ഞത്, അബൂ ഹുറൈറ, നിങ്ങളെപ്പോലെ ഇൽമിൻ്റെ മേൽ ഹിർസുള്ള ഒരാൾ ഇത് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല എന്ന് ഞാനിങ്ങനെ കരുതുകയായിരുന്നു എന്ന് പറയുന്നൊരു ഹദീസ് കൊടുത്തിട്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബാബുൽ ഹിർസി അലൽ ഇൽമി എന്ന് പറഞ്ഞിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് കൊടുത്തതായിട്ട് കാണാം. അത് ആ അബൂ ഹുറൈറയ്ക്ക് ശേഷം വേറൊരു അബൂ ഹുറൈറ പിന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ ശേഷം വന്ന ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു ആണ് ഹദീസ് ബാബുകളൊക്കെ വെച്ചിട്ട് തർത്തീബ് ചെയ്തത്. ആ മാലിക് റളിയല്ലാഹു അൻഹുവിന് ശേഷം രണ്ടാമതൊരു മാലിക് ഇമാമോ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് ശേഷം രണ്ടാമതൊരു അബൂ ഹനീഫയോ ഇവിടെ ജനിച്ചിട്ടില്ല. കാരണം അവരൊക്കെ ദീനിന് ചില മഖ്സൂദുകളുണ്ട് അല്ലേ. ആദ്യം ഖുർആൻ ജമ്മ ചെയ്യണം, അള്ളാഹു അതിനെ കുറച്ച് ആളുകളെ ഏൽപ്പിച്ചു. രണ്ടാമത് ഹദീസ് ജമ്മ ചെയ്യണം, അതിന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിനെ അള്ളാഹു ചുമതലപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ കൈകളാലെ ചില ആളുകളെ കൊണ്ട് ആ പണിയൊക്കെ അള്ളാഹു തആല പൂർത്തിയാക്കിപ്പിച്ചു. പിന്നെ അതിനുശേഷം ഈ ഹദീസ് ഒന്നുകൂടെ ബാബുകളിലായിട്ടൊക്കെ തർത്തീബ് ചെയ്യണം, അത് മാലിക് ഇമാമിനെ കൊണ്ട് അള്ളാഹു തആല ചെയ്യിപ്പിച്ചു. ഇനി അതുപോരാ, പിന്നീട് ഒരുപാട് മൗദൂആയ ഹദീസുകൾ വന്നപ്പം സഹീഹായ ഹദീസുകളും ലഈഫായ ഹദീസുകളും തമ്മിൽ വേർതിരിക്കണം. അതിന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെയും മുസ്ലിമിനെ പോലെയുള്ള പണ്ഡിതന്മാർ അള്ളാഹു തആല ഏൽപ്പിച്ചു. അപ്പോൾ അവരൊക്കെ കഴിഞ്ഞു പോകുമ്പം അവർക്ക് മുമാത്തിലായൊരു ബദൽ ഈ ലോകത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് ശരി. അപ്പോൾ അതേപോലെ കൂട്ടത്തിൽപ്പെട്ട വലിയൊരു വ്യക്തിത്വമാണ് ഇമാം നബവി റളിയല്ലാഹു തആല. രണ്ടാമതൊരു നബവി ഇതുവരെ ജനിച്ചിട്ടില്ല. വർഷങ്ങൾക്കിപ്പുറവും ഏകദേശം 800 വർഷങ്ങൾക്ക് മേലെയായി നബി ഇമാം വഫാത്തായിട്ട്. പക്ഷെ രണ്ടാമതൊരു നബവി ഇതുവരെ ജനിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ നബി ഇമാമിൻ്റെ താരീഖിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. നബി ഇമാമിൻ്റെ ഖാസായിട്ടുള്ളൊരു റൂമുണ്ട് അത്രേ. അപ്പോൾ ആ റൂമിൽ നിറച്ച് കിതാബുകളാണ്. അതിൽ മഹാനുഭാവൻ ഇരിക്കേണ്ട ഒരു സ്ഥലം മാത്രം ഒഴിവുണ്ടാകുള്ളൂ. ഒരു അതിഥി വന്നിട്ടുണ്ടെങ്കിൽ ഉള്ള കിതാബുകൾ എടുത്ത് മറ്റൊരു സ്ഥലത്ത് അടുക്കി വെച്ചിട്ടേ അതിഥി അവിടെ ഇരുത്താൻ വേണ്ടി പറ്റുള്ളൂ. അത്രയും കിതാബുകൾക്കിടയിലാണ്. ഒരു വക്കത്ത് പോലും നബി ഇമാമ തസ്ലീമിലല്ലാണ്ട് തീർത്തിട്ടില്ല എന്നുള്ളതാണ്, ഒരു വക്കത്ത് പോലും. അപ്പോൾ അതിൻ്റെ ഒരു ഫലം നത്തീജയാണ് ഈ 45 വർഷം കൊണ്ട്. ഷറൽ മുഅദ്ദബിൻ്റെ ആരംഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഞാൻ ഇതിങ്ങനെ എഴുതി പോയി കഴിഞ്ഞാൽ എനിക്ക് മുഖ്യമായ പല വിഷയങ്ങളും ചിലപ്പോൾ എഴുതാൻ കഴിയാതെ വന്നു പോകും ചിലപ്പം. അപ്പോൾ എൻ്റെ ആയുസനി പൂർത്തിയാക്കുന്നവരുണ്ടാകുമോ എന്ന് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഷർഹുൽ മുഹദ്ദബ തുടങ്ങിയിട്ട് ഒരു ഷർഹുൽ മദ്ഹബായി പോയോ എന്നെനിക്ക് സംശയം വരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ചുരുക്കി എഴുതുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു നൽകുന്ന പാഠം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ റസൂൽമാര് സമയമാണ്. നഷ്ടപ്പെട്ടാൽ കിട്ടാത്തൊരു സാധനം. അതുകൊണ്ട് സമയം നമ്മൾ വേണ്ടതുപോലെ വിനിയോഗിക്കണം. അത് ഇൽമിന് വേണ്ടി തന്നെ വിനിയോഗിക്കണം. പ്രത്യേകിച്ച് നമുക്കറിയുന്ന കാര്യങ്ങൾ എഴുതാനും മറ്റുള്ളവർ ഏത് രീതിയിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള വിഷയത്തിന് വേണ്ടി പിന്നെ ഞാൻ ദാറഖുത്നി ഇമാമിൻ്റെ ഒരു താരീഖിൽ വായിച്ചിട്ടുണ്ട്. ദാറഖുത്നി ഇമാം എന്ത് കിട്ടിയാലും മുത്താല ചെയ്യുന്നതാണ് റളിയല്ലാഹു അൻഹു. എന്ത് കിട്ടിയാലും മുത്താല ചെയ്യും. ലോകത്തിന് ഏത് മസല ചോദിച്ചാലും ദാറഖുത്നി ഇമാമിനെ അതിനെക്കുറിച്ച് പറയാനുണ്ടാവും. അപ്പോൾ ഒരു മഹാൻ പറയുന്നുണ്ട്, ഒരു ദിവസം പിന്നെ അദ്ദേഹത്തോട് കൂടെ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആരോ ഈ ചെതലിനെ കുറിച്ച് എന്തോ സംസാരിച്ചത്. ചെതൽ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ആരംഭിച്ച് മുമ്പ് 6 മണിക്കൂർ ചെതലിനെ കുറിച്ച് പറഞ്ഞതാണ്. അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ തുടങ്ങി അതിൻ്റെ ഖുർആനും അതിൻ്റെ ഹദീസും അതിൻ്റെ താരീഖും 6 മണിക്കൂർ രാത്രി ഇപ്പോൾ നിസ്ഫുൽ ലൈൽ കഴിയുന്നത് വരെ ഈ ഒരൊറ്റ സാധനത്തിനെ കുറിച്ച് അദ്ദേഹം കൊണ്ട് സംസാരിച്ചു എന്നാണ്. അപ്പോൾ അതെന്താണ്, അത്രയും വിശാലമായ രീതിയിൽ ഇൽമിലേക്ക് അവർ ചെന്നിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ കരുതുന്നത് പോലെയല്ല. മഹാന്മാരൊക്കെ എത്ര അർപ്പണത്തോടു കൂടെയാണ് ഈ ഇൽമ് നമ്മളിലേക്ക് എത്തിച്ചതെന്നുള്ള അവരെ താരീഖ് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. അബൂ യൂസുഫ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു താരീഖിൽ വരുന്നുണ്ട്. അബൂ യൂസുഫ് റളിയല്ലാഹു തആല അൻഹു വഫാത്താകാൻ വേണ്ടി കിടക്കുകയാണ്. വഫാത്താകാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് അവിടെ ഒരു മസല ചർച്ച നടക്കുകയാണ്. ഈ പിന്നെ സക്കറാത്തിൽ കിടക്കുകയാണ്. ഈ ജംറക്ക് എറിയുമ്പം റാക്കിബായിട്ടാണോ മാഷിയായിട്ടാണോ എറിയൽ അഫ്ദൽ എന്നുള്ള മസലയിൽ കുറച്ച് ആളുകൾ തർക്കം കൂടുന്നതിന് മുമ്പിൽ ഇടപെട്ടു. അതിൻ്റെ വശങ്ങൾ അങ്ങനെ ചില ആളുകൾക്ക് മാഷിയായിട്ടും വേറെ ചില ആളുകൾക്ക് റാക്കിബുമായിട്ടാണെന്നുള്ള മസല വിശദീകരിച്ച് കൊടുത്തതും
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു ശബ്ദം കേട്ടു അദ്ദേഹം വഫാത്തായി എന്നാണ്. അപ്പോൾ ഇത്രത്തോളം, അതായത് തൻ്റെ അവസാനത്തെ സെക്കൻഡ് പോലും ദീനിന് വേണ്ടി ആയിരിക്കണം എന്ന് നിർബന്ധ ബുദ്ധി ആ മഹാന്മാർക്ക് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അവരെയൊക്കെ താരീഖ് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമ്മളും ഇന്ന് അവരെ ഒരു പിൻഗാമികളെന്ന് അവകാശപ്പെടുന്ന ആൾക്കാരല്ല. നമ്മൾ ഈ തലക്കെട്ടും നമ്മൾ ഈ ജുബയും ഇതൊക്കെ അങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിയ സാധനം തന്നെയാണ് അല്ലേ. നമ്മൾ ഉപ്പയും ഉമ്മയും ധരിച്ച വേഷമല്ലേ ഇത്. നമ്മളൊപ്പം ഇങ്ങനെ വേഷം ധരിക്കൂല, ഉമ്മയും വേഷം ധരിക്കില്ല. നമുക്ക് ഈ വേഷം എന്താണ്, ആ മഹാന്മാരിൽ നിന്ന് പാരമ്പര്യമായിട്ട് കിട്ടി വന്ന ഒരു വേഷധാരികളാണ് എന്തായാലും നമ്മൾ. അപ്പോൾ വേഷത്തിൽ മാത്രം നമ്മൾ ഒടുങ്ങരുത്. അവർക്കുണ്ടായിട്ടുള്ള ആ ഒരു പൈതൃകം, അവർ സംരക്ഷിച്ച ആ ഒരു സംസ്കാരം, അല്ലെങ്കിൽ അവർ സ്വീകരിച്ചിട്ടുള്ള ആ ഒരു നിലപാട്, അതുകൂടെ നമ്മളെ ജീവിതത്തിലേക്ക് പാരമ്പര്യമായിട്ട് കയറി വരണം. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ധാരാളം വിഷയങ്ങൾ പഠിക്കാനും അതിലൂടെ സഞ്ചരിക്കാനും. ഈ ഇൽമ് നമ്മൾ കരുതുന്ന പോലെ അത്ര എളുപ്പത്തിൽ നമ്മളെ കയ്യിൽ കിട്ടിയ സാധനമൊന്നുമല്ല ഇത്. നമ്മുടെ പൂർവികരായിട്ടുള്ള മഹത്തുക്കളുടെ ഒരുപാട് രാത്രികളുടെ ഉറക്കാണ് നമ്മളെ കയ്യിലുള്ള ഈ ഗ്രന്ഥങ്ങൾ. രാത്രി ഉറങ്ങാതെ പല രാത്രികൾ അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുള്ളതിൻ്റെ അധ്വാന ഫലമാണ് ഇമാം നവവി തങ്ങളുടെയും റാഫി ഇമാമിൻ്റെയും തുടങ്ങിയിട്ടുള്ള ധാരാളം പണ്ഡിതന്മാർ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ താരീഖ് തന്നെ നമ്മൾ നോക്കിയാൽ മതി. ഷാഫി ഇമാം തന്നെ പറയുന്നുണ്ട്, അത്ര ദാരിദ്ര്യത്തിലാണ് ഞാൻ ഇൽമു പഠിച്ചത്. എൻ്റെ ഉമ്മാക്ക് അന്ന് ചില മശായിഖന്മാരുടെ തോടുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഹദിയ കൊടുക്കും മാസത്തിൽ. ആ ഹദിയ കൊടുക്കാനില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ഖിദ്മത്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഞാൻ ഇൽമു പഠിച്ചിട്ടുണ്ടെന്ന് ഷാഫി ഇമാമിൻ്റെ താരീഖിലുണ്ട്. ഞാൻ തഖ്രീബുൽ ഷാഫിഈ ഇലാ ഇസ്തിലാഹാത്തി മദ്ഹബി ഷാഫിഈ എന്ന് പറഞ്ഞിട്ടൊരു കിതാബ്, ഷാഫി മദ്ഹബിൻ്റെ ഇസ്തിലാഹാത്തുകൾ വിശദീകരിക്കുന്ന ഒരു കിതാബ് ഞാൻ എഴുതിയിട്ടുണ്ട്. ക്യാപിറ്റൽ ബുക്ക് സ്റ്റാളാണ് അത് പബ്ലിഷ് ചെയ്തത്. എൻ്റെ ആദ്യത്തെ തസ്ലീഫ് അതാണ്. ഒന്നാമതായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള തസ്ലീഫാണ് തഖ്രീബുൽ ഷാഫിഈ ഇലാ ഇസ്തിലാഹാത്തി മദ്ഹബി ഷാഫിഈ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൽ നമ്മളെ ഫിഖ്ഹുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം ഷാഫി മദ്ഹബുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ 200ഓളം പേജുകളുണ്ട് ഏകദേശം. ആ വിഷയങ്ങൾ മുഴുവനായിട്ട് ഞാൻ ആ കിതാബിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പറ്റുന്ന ആളുകൾ സാധിക്കുമെങ്കിൽ അതെടുത്തിട്ടൊന്ന് മുത്താല ചെയ്യുക. അതിൽ ഷാഫി മദ്ഹബിൻ്റെ രിഹീലത്തും അതിൻ്റെ തത്തവുറാത്തുകളും അതിൻ്റെ താരീഖാത്തുകളും ഷാഫി മദ്ഹബിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളും, പിന്നെ അതുപോലെ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ള ഖിദ്മത്തുകളും, ഷാഫി മദ്ഹബിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളും, ഷാഫി മദ്ഹബിൻ്റെ ഇസ്തിലാഹാത്തുകളും തുടങ്ങി ധാരാളം വിഷയങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ച് 2014 എഴുതിയിട്ടുള്ളൊരു കിതാബാണത്. അപ്പോൾ അത് പറ്റുന്ന ആളുകളൊക്കെ അത് മുത്താല ചെയ്യുക. നമ്മളും ധാരാളം തസ്നീഫുകൾ ചെയ്യണം. പ്രത്യേകിച്ച് ഫിഖ്ഹി മേഖലയിൽ ഇന്ന് പ്രസംഗിക്കാനൊക്കെ ഇഷ്ടംപോലെ ആളുണ്ട്. മസല പറയാനും പ്രസംഗിക്കാനും നസീഹത്ത് ചെയ്യാനൊക്കെ ആളുകൾ കണ്ടമാനമുണ്ട്. പക്ഷേ ഒരു യഥാർത്ഥ ഫിഖ്ഹി മസല പറയാൻ നമ്മൾ പണ്ഡിതന്മാരെ തിരഞ്ഞു നോക്കിയാൽ അപൂർവം ചില പണ്ഡിതന്മാർ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളൊക്കെ പഠിക്കുന്നുണ്ട് ആ ഫിഖ് അല്ലേ. പത്തീത്താവ് മുതലേ മുതലേ നമ്മളിങ്ങോട്ടേക്ക് ഫിഖിൻ്റെ ഇത്താവ് ധാരാളം തൊഫ വരെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഫിഖിൻ്റെ മസല ചോദിക്കുമ്പം ആ മസല നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എനിക്കാണെങ്കിലും ശരി, നിങ്ങൾക്കാണെങ്കിലും ശരി. ഇല്ലാമൻ ശബ്ദ വനതറ, കുറഞ്ഞ ആളുകൾ മാത്രം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു പോരായ്മ നമ്മളിലൂടെ നികത്തപ്പെടണം ഇൻഷാ അല്ലാഹ്. ഫിഖി മസല ഒരു ആലിമിൻ്റെ അലങ്കാരം എന്നുള്ളത് തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ട് ഫിഖി മസലകളാണ്. നമ്മൾ കുറേ പ്രസംഗം പഠിച്ചു വെക്കലും നസീഹത്ത് ഒന്നല്ല. ഒരു യഥാർത്ഥ ആലിമിൻ്റെ അലങ്കാരവും ആലിമിൻ്റെ വെളിച്ചവും ഫിഖി മസായിലുകളിൽ എത്രത്തോളം അവഗാഹമുണ്ടോ അതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഇൽമു കണക്കപ്പെടാനുള്ള മാനദണ്ഡമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളൊരു അവഗാഹം നേടുകയും അതിനു വേണ്ടിയിട്ടുള്ള മുനാദറകളൊക്കെ സംഘടിപ്പിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബഹ്സുകൾ സംഘടിപ്പിക്കുക. ഈ ബഹ്സുകളിലൂടെയാണ് മസല കൂടുതലായിട്ട് നമുക്ക് തലയിൽ കയറുക. വായിച്ച് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ഈ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു പഠനശൈലി പഠിച്ചപ്പം അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് റഹിമഹുല്ലയും അവർ ഗുരുശിഷ്യന്മാരാണെങ്കിലും അവരെ പഠനശൈലി എന്നുള്ളത് മുബാഹസയാണ്. അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു ഒരു മസല പറയും, അതിനെക്കുറിച്ച് ബഹസ് ചെയ്യും. അപ്പം മറ്റേ രണ്ടുപേരും അതിൻ്റെ നിയമവശങ്ങൾ ചർച്ച ചെയ്യും. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് രണ്ടാളും കൂടെ തീരുമാനിക്കും. അപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരു മസല പറയും. അതുപോലെ മുബാഹസയായിരുന്നു അവർ മദ്ഹബിൻ്റെ ശൈലി. ഹനഫി മദ്ഹബിൻ്റെ ഒരു ശൈലി തന്നെ അങ്ങനെയാണ്. നല്ലൊരു തരീഖാണ്. നമുക്കത് ഇൽമ ലഭിക്കാനും കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനും മനസ്സിൽ നിൽക്കാനും ഏറ്റവും നല്ല വഴി എന്നുള്ളത് മുബാഹസയാണ്. അപ്പോൾ ആ ഒരു വഴിയിലൂടെ ഇൻഷാ അല്ലാഹ് ധാരാളം ഫിഖ് അറിയുന്ന പണ്ഡിതന്മാർ നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിലൂടെ സമുദായത്തിന് സേവനം ചെയ്യുന്നവരായിട്ട് മാറണം. ഒരുപാട് ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന ആലിമീങ്ങൾ, മുദദ്ദിസന്മാരും ദർസ് നടത്തുന്നവരും മസല പറയുന്നവരൊക്കെ
നമ്മൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്ത് വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉസ്താദുമാരിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറയാനോ ചോദിക്കാനോ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് 9:30 തിരൂരിൽ നിന്ന് ട്രെയിനാണ്. ഇനി ഒരു സ്ഥലത്തൂടെ കയറാനുണ്ട്. എങ്ങനെ വേണ്ടതെന്നുള്ളതോ? ഞാൻ മഖ്തൂത്തുകൾ വെച്ചിട്ട് എഴുതിയിരുന്നോ എന്ന് ചോദിച്ചാൽ, പിന്നെ ഈ സൗദിയിലുള്ളൊരു പബ്ലിഷിംഗ് സെൻ്റർ ഉണ്ട്, ദാറുൽ ഇദാവ എന്ന് പറഞ്ഞിട്ട്, റിയാദിലുള്ള. അപ്പോൾ അവരിക്കും വേണ്ടിയിട്ട് ഏകദേശം ഒരു 8-10 കിതാബുകൾ അവരെനിക്ക് മഖ്തൂത്ത് അയച്ചു തരുമായിരുന്നു. കൂടുതലും ഇബ്നുൽ മുബറദ് റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുള്ള അന്ന് കാലഘട്ടത്തിലുള്ള പിന്നെ മഖ്തൂത്താത്തുകൾ, അവരെ കയ്യിലുള്ള മഖ്തൂത്താത്തുകളാണ് അയച്ചു തരുന്നത്. അപ്പോൾ അത് കിതാബിൻ്റെ കോലത്തിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ പണി. പിന്നെ അതിൽ തഹ്കീക്ക് ചെയ്യുക, തഖ്രീജ് ചെയ്യുക. അപ്പോൾ ഏകദേശം ഒരു 2015-16 കാലഘട്ടങ്ങളിൽ ഞാൻ ധാരാളമായിട്ട് അവർക്ക് വേണ്ടി ചെയ്തിരുന്നു. ഒരു 500-600 പേജ് വരുന്ന കിതാബുകൾ, ഒരു 8-10 കിതാബുകൾ അവർക്ക് വേണ്ടി ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതവിടെ പബ്ലിഷ് ആയിട്ടുമുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഒരു രീതിയിൽ തസ്നീഫിലേക്ക് ഇറങ്ങിയപ്പം ഇതിന് സമയം കിട്ടാതെ വന്നപ്പം ഞാനത് അങ്ങോട്ട് ഒഴിവാക്കി. അല്ലാണ്ട് ഞാനായിട്ടൊരു വിഷയം തിരഞ്ഞെടുത്തിട്ട് എന്തായിട്ടില്ല, മഖ്തൂത്താത്ത് വെച്ച് ചെയ്തിട്ടില്ല. പിന്നെ അത് വായിക്കേണ്ട രീതി എന്നുള്ളത് അത് ആ മേഖലയിലങ്ങ് ഇറങ്ങുമ്പം നമുക്കൊരു ഓട്ടോമാറ്റിക്കായിട്ടൊരു കഴിവുണ്ടാവലാണ്. അതിനൊരു പ്രത്യേകിച്ചൊരു കോഴ്സും അവഗാഹമൊന്നുമില്ല. നമ്മൾ ഏതൊരു മേഖലയും നമ്മളതിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്കതിനെക്കുറിച്ച് എന്തുണ്ടാകും, ഒരു കഴിവ് നമുക്കുണ്ടാകുക. നമുക്ക് കഴിയൂല എന്ന് കരുതിയിട്ടുണ്ടാവരുത്. എനിക്ക് ആദ്യം കുറച്ച് വിഷയങ്ങൾ അയച്ചു തന്നു, നിങ്ങളെ കൊണ്ട് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് യഥാർത്ഥത്തിൽ അവർ വാക്യാത്ത് സന്ദർശനത്തിന് വേണ്ടി വന്ന സമയത്ത് ഞാൻ എഴുതിയിട്ടുള്ള ചില തസ്നീഫുകൾ അവർ കണ്ടു. പിന്നെ ആ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ എൻ്റെ തസ്നീഫ് അവർ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി അനുവാദം ചോദിച്ചു. ഞാൻ അനുവാദം കൊടുത്തു. അപ്പോൾ അതിൻ്റെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ പോയതിന് ശേഷം പിന്നെ അവരുടെ സ്ഥാപനത്തിലേക്ക് എന്നെ ക്ഷണിച്ചു. നിങ്ങൾ അങ്ങോട്ട് പോകാൻ പറഞ്ഞു. പിന്നെ വാക്യാത്ത് ഒഴിവാക്കി പോകാനുള്ള ഒരു വൈമനസ്യം കൊണ്ട് ഞാനത് നിരസിച്ചപ്പം ഓൺലൈനായിട്ട് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ മഖ്തൂത്താത്തുകൾ അയക്കാൻ തുടങ്ങിയത്. ഇപ്പം ബന്ധമുണ്ട്. ഇപ്പം എനിക്കൊരു മഖ്തൂത്ത് അയച്ചിട്ട് 2 വർഷമായി എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോഴും അത് ഞാൻ തിരിച്ചു കൊടുത്തിട്ടില്ല. അത് അബൂ ശൈഖുൽ ഇസ്ഫഹാനി റഹിമഹുല്ലാഹ് എഴുതിയ അഖ്ലാഖുൻ നബി എന്ന് പറയുന്ന കിതാബാണ്. അത് അതിൻ്റെ ഷറഹാണ്. അഖ്ലാഖുൻ നബി എന്നുണ്ട്, പ്രിൻ്റിലുണ്ട്. പക്ഷെ അതിൻ്റെ ഷറഹ് പ്രിൻ്റിലില്ലാത്ത സാധനമാണ്. അപ്പോൾ അതെന്നെ ഏൽപ്പിച്ചിട്ട് ഏകദേശം 2 വർഷമായി. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള ചില ശുഗലുകളൊക്കെ ഉള്ളത് കൊണ്ട് പഴയതുപോലെ അത് പൂർത്തിയാക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ആ മേഖലയിൽ നിന്ന് ഒന്ന് പിൻവാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് പഴയ കത്തുകളായിരിക്കും, നമുക്ക് വായിച്ചെടുക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ നമ്മൾ അതിലൊരു ശ്രമം നടത്താം. ഞാൻ അത് വായിച്ചത് കൊണ്ട് എനിക്കൊരു കിട്ടിയ ഗുണമെന്ന് പറഞ്ഞാൽ, നമ്മുടെ നിലാമുറ്റത്ത് ഒരുപാട് മഹാന്മാരെ കബറുകളുണ്ട്. അപ്പോൾ എഴുത്ത് ആയിരിക്കും വായിക്കാൻ കിട്ടില്ല. റബ്ബിൻ്റെ ഒഴിവ് കൂടി ഞാനത് വായിച്ചിട്ടുണ്ട്. ഒരു കബറിൻ്റെ മേലെ എഴുതിയിട്ടുള്ള മഹാൻ്റെ പേരും അദ്ദേഹം ഹിജ്രി 54 വഫാത്തായതാണെന്ന് ഒരു കബറിൻ്റെ മേലുണ്ട്. ഹസൻ ബിൻ അലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നിലാമുറ്റത്തുള്ളത്. അപ്പോൾ അത് നമ്മൾ ആ മേഖലയിൽ ഇറങ്ങുമ്പോൾ നമുക്കത് സാധിക്കും. അപ്പോൾ ദഅവത്തിൻ്റെ ഏറ്റവും നല്ലൊരു വഴി, നമ്മൾ ജീവിച്ചിരിക്കാനുള്ളൊരു വഴി തസ്നീഫാണ്. നമ്മൾ ധാരാളം ഇൽമുണ്ടാകും, പക്ഷെ ബാക്കി കിടക്കുന്ന സാധനം ഏതുണ്ടാവുള്ളൂ. നമ്മൾ മരിച്ചാലും ജീവിച്ചിരിക്കും. ഇപ്പം നബീമാമ നമുക്കിടെ ജീവിച്ചിരിക്കുന്ന എന്തുകൊണ്ടാണ്? തസ്നീഫാണ് അല്ലേ? ഞാൻ കഴിഞ്ഞ വർഷം മിസ്ർ സിയാറത്ത് ചെയ്യാൻ പോയിരുന്നു. അപ്പം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച വലിയൊരു പണ്ഡിതനാണ് ഫഖീഹുൽ ഉമ്മ ലൈത്ത് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അറിയില്ല. ഇങ്ങനെ താരീഖുകൾ കേട്ട് ഉള്ള പരിചയം മാത്രമേ ഉള്ളൂ.
വലിയ ഖബറും കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ട്. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിൻ്റെ കുറച്ചപ്പുറത്തായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഖബറുള്ളത്. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് എന്തുകൊണ്ട് നമുക്കറിയുന്നില്ല? തസ്നീഫുകൾ കുറവാണ്. മാലിക് ഇമാമിനും ഷാഫി ഇമാമിനും കിട്ടിയതുപോലുള്ളൊരു ശിഷ്യ സമ്പത്ത് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാരെ ഇതിന് കാരണം പറയുന്നത്. കാരണം അവരെ അക്വാലുകൾ നക്കിൽ ചെയ്ത് അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഏറ്റവും നമ്മൾ സമുദായത്തിൽ ജീവിച്ചിരിക്കാനുള്ള ഏക വഴി നമ്മളെ തസ്രീഫാത്തുകളാണ്. നമ്മൾ മരിച്ചാലും കാലങ്ങളോളം നമ്മൾ സമുദായത്തിൻ്റെ ഇടയിൽ ഹയാത്തോടുകൂടെ ഇരിക്കാനുള്ള ഏക വഴി നമുക്കറിയുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. നമുക്കതിൻ്റെ വില ചിലപ്പോൾ മനസ്സിലാവില്ല, പക്ഷെ അതൊരു തലമുറ കഴിയുമ്പോൾ അത് വളരെ ബൃഹത്തായ വിലയുള്ളൊരു സാധനമായിട്ടത് മാറും. അതുകൊണ്ട് എല്ലാവരും ആ ഒരു മേഖലയിലേക്ക് ഇറങ്ങണം എന്നാണ്. അത് അറബിയിൽ തന്നെ എഴുതണം നിർബന്ധമൊന്നുമില്ല. നമുക്കറിയുന്ന വിഷയങ്ങൾ ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് മലയാളത്തിലെങ്കിൽ മലയാളത്തിൽ, ഉറുദുവിലെങ്കിൽ ഉറുദുവിൽ, അറബിയിൽ എഴുതി ആ ഒരു ശീലം കൂടെ നമ്മൾ ഉണ്ടാക്കുക. അല്ലാഹു തആല നമുക്കതിന് സഹായിക്കട്ടെ. സാർ